ഗുഡ് ഈവനിങ് ട്രേഡേഴ്സ്. ഓക്കെ, അപ്പോൾ ഇന്ന് നമുക്ക് ബാങ്ക് നിഫ്റ്റിയുടെ ഇമ്പോർട്ടൻ്റ് ലെവൽസ്, നാളത്തേക്ക് ട്രേഡ് ചെയ്യുന്ന ലെവൽസ് ഏതൊക്കെയാണെന്ന് നോക്കുന്ന ഒരു വീഡിയോ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡെയിലി ചെയ്യുന്ന പോലെ നമുക്കപ്പം ലാസ്റ്റ് ഡേയിൽ നമ്മൾ ചെയ്തേക്കുന്ന പോലെ തന്നെ ഞാൻ പറഞ്ഞായിരുന്നു ഈ ഒരു ലെവൽ, അതായത് ഞാനൊന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ, ഓക്കെ, ഈ ഒരു 24,474 താഴോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഞാൻ അപ്സൈഡ് എൻട്രി ആയിരിക്കും നോക്കുന്നതെന്നാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പം ഇന്നൊരു അപ്സൈഡ് എൻട്രി തന്നെയാണ് മുകളിലോട്ട് വന്നത്. പക്ഷേ ഞാൻ ഇന്നലെ പറഞ്ഞ ആ ഒരു ടാർഗറ്റ് തന്നെ ഞാൻ സെറ്റാക്കുകയും ചെയ്തു. പക്ഷേ നമുക്ക് ഒരു കറക്റ്റ് ട്രേഡ് എൻട്രിയിൽ ഒരു എൻട്രീസ് കിട്ടിയിട്ടില്ലായിരുന്നു. പക്ഷേ നമുക്ക് എൻട്രി കിട്ടിയത് എങ്ങനെയാണ്, ഒരു അഗ്രസീവായിട്ട് എൻട്രി ചെയ്യുന്നവർക്ക് ഒരു അഗ്രസീവ് എൻട്രി ഉണ്ടായിരുന്നു. ഓക്കെ, പക്ഷേ അഗ്രസീവ് എൻട്രി ആണെങ്കിലും നമ്മുടെ റിസ്ക് റിവാർഡ് എന്ന് പറയുന്നത് കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ബോട്ടത്തിൽ നിന്ന് അല്ലെങ്കിൽ ടോപ്പിൽ നിന്ന് കിട്ടുവാണെങ്കിൽ മാത്രമേ അല്ലെങ്കിൽ ഒരു അല്ലെങ്കിൽ ഒരു PE നമുക്ക് എൻട്രി ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇന്നത്തെ ഒരു അഗ്രസീവ് എൻട്രി ആയത് കാരണം എനിക്കിന്ന് നിഫ്റ്റിയിൽ ഒരു എൻട്രി കിട്ടിയിട്ടില്ലായിരുന്നു. ഓക്കെ, ഇന്നപ്പോൾ ബാങ്ക് നിഫ്റ്റി നോക്കിക്കഴിഞ്ഞാലും ബാങ്ക് നിഫ്റ്റിയിലും സെയിം ഇതുപോലെ തന്നെ അപ്സൈഡ് ഗ്യാപ്പ് ഡൗൺ വന്നു, ഒരു അപ്സൈഡ് എൻട്രി വന്നു. പക്ഷേ എനിക്ക് അപ്സൈഡ് എൻട്രി വന്നെങ്കിലും ഞാൻ അപ്സൈഡ് ട്രേഡ് അല്ല എടുത്തേക്കുന്നത്. ഈ ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തിട്ട് ഒരു ഡൗൺ സൈഡ് എൻട്രിയാണ് എനിക്ക് കിട്ടിയിട്ടേക്കുന്നത്. ഓക്കെ, ഒരു ചെറിയൊരു 40 പോയിൻറ്റ്സ് ഞാൻ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇന്ന് കുറവാണ് പോയിൻറ്റ്സ് നമുക്ക് ക്യാപ്ചർ ചെയ്തത്. ഓക്കെ, അപ്പം ഒരു 40 പോയിൻറ്റ്സാണ് ഇന്ന് എനിക്ക് ബാങ്ക് നിഫ്റ്റിയിൽ നിന്ന് കിട്ടിയത്. ഞാനപ്പോൾ ഇന്ന് നിഫ്റ്റിയിൽ ട്രേഡ് എടുത്തില്ല, കാരണം നിഫ്റ്റിയിൽ അഗ്രസീവായിരുന്നു. അഗ്രസീവിൽ എനിക്ക് കറക്റ്റ് റിസ്ക് റിവാർഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ അന്നേരം ഇന്ന് ബാങ്ക് നിഫ്റ്റിയിലാണ് എടുത്തത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതായിരുന്നു നമുക്ക് ലാസ്റ്റ് പ്രീവിയസ് ഡേയിൽ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവൽസ്. നമുക്കപ്പം ഇനിയും നാളെ ബഡ്ജറ്റാണ്. ഓക്കെ, ബഡ്ജറ്റിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവൽസ് ഏതൊക്കെയാണ് നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ, അതിന് മുന്നേ എല്ലാവരും പറഞ്ഞായിരുന്നു ഈ ഒരു ബ്ലാക്ക് ലൈൻ കാണാൻ പറ്റത്തില്ല എന്നുള്ള ഒരു ഇത് വന്നായിരുന്നു. അപ്പം ഞാനൊരു കാര്യം ചെയ്യാം, ഞാനപ്പം റെഡ് ലൈൻ തന്നെ നിങ്ങൾക്ക് വെക്കാം. ഓക്കെ, അപ്പം ഞാൻ മെയിൻലി നോക്കുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ലെവൽ എന്ന് പറയുന്നത് നാളെ നമ്മുടെ ബഡ്ജറ്റ് ആയതുകൊണ്ട് നാളെ നല്ല വോൾട്ടിലിറ്റിക്ക് നല്ല പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, വോൾട്ടിലിറ്റിക്ക് നല്ല പോസിബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് നമുക്ക് നാളെ ഇന്നത്തെ ഡേ ലോ നമുക്ക് എന്തായാലും ഒരു ലിക്വിഡിറ്റി ഏരിയ ആയിട്ട് വെക്കാം. ഡേ ലോയും ഡേ ഹൈയും ഒരു ലിക്വിഡിറ്റി ഏരിയ ആയിട്ട് വെച്ചിട്ട് പ്രീവിയസ് ഡേ ഹൈ ഒരു ലിക്വിഡിറ്റി പോയിൻ്റ്, പിന്നെ നമുക്ക് ഒരു ലിക്വിഡിറ്റി പോയിൻ്റ് വെക്കാം. ഓക്കെ, നമുക്ക് നേരെ പിന്നെ 15 മിനിറ്റ്സിലോട്ട് പോകുമ്പോഴത്തേക്കിന് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലിക്വിഡിറ്റി ഏരിയ എന്ന് പറയുന്നത് ഇത്ര ഏരിയാസാണ്. ഓക്കെ, ഇത്ര ഏരിയാസാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഞാൻ പറയാം, ഏറ്റവും ഹൈ ടോപ്പിലെ ആണെങ്കിൽ 24,854. ഓക്കെ, ഈ ഒരു ലെവൽ 24,854. പിന്നെ നമുക്ക് ഈ ഒരു ലെവലാണെന്നുണ്ടെങ്കിൽ 24,587 എന്ന് പറയുന്ന ലെവൽ. പിന്നെ നമുക്ക് അടുത്ത ലെവൽ എന്ന് പറയുന്നത് 24,362. ഓക്കെ, 24,362 എന്ന് പറയുന്ന ലെവൽ. പിന്നെ നമുക്ക് ഇൻ കേസ് ഇപ്പോൾ നല്ലൊരു ഗ്യാപ്പ് ഡൗൺ ആണ് നാളെ മാർക്കറ്റിൽ ഓപ്പൺ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ രണ്ട് ലെവൽസും കൂടെ കൺസിഡർ ചെയ്യാം. 24,193 24,141. ഓക്കെ, ഈ രണ്ട് ലെവൽസും കൂടെ നമുക്ക് നാളെ മാർക്കറ്റിൽ നോക്കാം. ഓക്കെ, ഇത്രയാണ് നമുക്ക് നിഫ്റ്റിയുടെ ഒരു എൻട്രി സെറ്റപ്പ് നമുക്ക് വരുന്നത്. ഇപ്പം നാളത്തെ എൻട്രി സെറ്റപ്പ് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എങ്ങനെ ട്രേഡ് നോക്കുമെന്ന് പറയുന്നത്, ഇപ്പം ഈ ഒരു എൻ്റെ ഒരു ട്രേഡ് റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് റെക്കമെൻഡേഷനോ കാര്യങ്ങളോ ഒന്നുമല്ല. ഞാൻ എങ്ങനെ ട്രേഡ് എടുക്കും എന്നുള്ള ഒരു രീതിയാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത്. ഓക്കെ, അല്ലാതെ നിങ്ങൾക്ക് ട്രേഡ് എടുക്കാം എന്നുള്ള ഒരു രീതിയല്ല. ഇപ്പം മാർക്കറ്റിൽ ഈ ഒരു ഏരിയയിലാണ് ഓപ്പൺ ആവുന്നുണ്ടെങ്കിൽ, അതായത് ഈ ഒരു ഏരിയയിലാണ് ഓപ്പൺ ആവുന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം നോക്കുന്നത് ഏത് ലിക്വിഡിറ്റിയാണ്, അതായത് ഏത് സപ്പോർട്ടിലെ റെസിസ്റ്റൻസ് ലൈനാണ് ബ്രേക്ക് ചെയ്യുന്നതെന്ന് ഞാൻ നോക്കും. ഓക്കെ, ഇൻ കേസ് ഇപ്പോൾ അപ്പ് സൈഡാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ ഞാനൊരു ഡൗൺ സൈഡ് എൻട്രി ആയിരിക്കും നോക്കുന്നത്. ഓക്കെ, ഡൗൺ സൈഡ് എൻട്രി നോക്കും. ഇതായിരിക്കും എൻ്റെ ഒരു എൻട്രി സെറ്റപ്പ്. പിന്നെ അടുത്തൊരു എൻട്രി വരുന്നത് പറഞ്ഞാൽ ഇൻ കേസ് ഇപ്പം ഡൗൺ സൈഡിലാണ് ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തതിന് ശേഷം അപ്പ് സൈഡ് എൻട്രി ആയിരിക്കും ഞാൻ കൂടുതലും നോക്കാറ്. ഓക്കെ, പിന്നെ ഇൻ കേസ് നമുക്ക് മെയിനായിട്ടും വരുന്നതെന്ന് പറയുന്നത് ഇന്നത്തെ ലെവൽസിനെക്കാട്ടി ഹൈ അല്ലെങ്കിൽ ലോ ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഞാൻ ഏത് ലെവലാണ് ബ്രേക്ക് ചെയ്യുന്നതെന്ന് നോക്കിയിട്ട് അതനുസരിച്ചൊരു എൻട്രിയാണ് ഞാൻ എടുക്കുന്നത്. ഓക്കെ, ഇത്രയാണ് നമുക്ക് നിഫ്റ്റിയിൽ വരുന്നത്. ഇനി നമുക്ക് നേരെ ബാങ്ക് നിഫ്റ്റിയിലോട്ട് പോവാം. ഓക്കെ,
ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് പ്രീവിയസ് ലെവൽ ഹൈ ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അതായത് ഇതുവരെയായിട്ടും നമുക്ക് ബ്രേക്കോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ ഇന്നത്തെ ഈ ലെവലെന്ന് പറയുന്നത് ഈ ഒരു ലെവലിലാണ് ഞാൻ ഇന്ന് ട്രേഡ് എടുത്തത്. ഓക്കെ, ആ ഒരു റെസിസ്റ്റൻസ് ലൈനെ ഞാൻ സ്വീപ്പ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഒരു ഡൗൺ സൈഡ് എൻട്രി എടുത്തത്. ഓക്കെ, പിന്നെ ഇന്നത്തെ ഒരു അപ്പ് സൈഡ് എൻട്രി നമുക്കിന്ന് കിട്ടിയില്ല. പക്ഷേ അപ്പ് സൈഡ് ആയിരുന്നു എൻട്രി, അഗ്രസീവായിട്ട് എടുക്കണമായിരുന്നു. പിന്നെ അഗ്രസീവായിട്ട് എടുക്കുമ്പോഴത്തേക്കിന് ഈ ഒരു ലെവലിൽ ഇത് എൻട്രി ചെയ്യുമ്പോഴത്തേക്കിന് സ്റ്റോപ്പ് ലോസ് വരുമ്പോഴത്തേക്കിന് ഇത്രയും, അപ്പം നമുക്ക് കുറച്ച് വലിയ സ്റ്റോപ്പ് ലോസ് ആയത് കാരണമാണ് ഞാൻ എടുക്കാഞ്ഞത്. ഓക്കെ, ഇനി അന്നേരം മെയിനായിട്ട് നമുക്ക് ഇതൊന്ന് റിമൂവ് ചെയ്യാം. എല്ലാവരും പറഞ്ഞാൽ കളറിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് നാളത്തേക്കുള്ള ഇമ്പോർട്ടൻറ്റ് ലെവൽസ് നോക്കാം. ഓക്കെ, ബാങ്ക് നിഫ്റ്റിയിൽ ഞാൻ ഇത്രയും ലെവൽസാണ് ഞാൻ നാളത്തേക്ക് നോക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവലാണ് ഈ ഒരു അപ്പ് സൈഡിൽ 52804 എന്ന് പറയുന്ന ലെവൽ. ഓക്കെ, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലെവലാണ്. ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നിങ്ങളെല്ലാവരും നോക്കുക. ഓക്കെ, പിന്നെ അടുത്ത ലെവൽ എന്ന് പറയുന്നത് ഇന്നത്തെ ഡേ ഹൈ, അതായത് 52421. ഇതും ഞാൻ നാളത്തെ ലെവൽസായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ലെവലായിട്ട് നോക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ആകെ വരുന്നത് 2 ഡൗൺ സൈഡ് എൻട്രി വരുന്നുണ്ട്. ഓക്കെ, 2 ഡൗൺ സൈഡ് എൻട്രി വരുന്നതെന്ന് പറയുന്നത് 51874 ഒരു ലെവലും പിന്നെ 51749 ആ ഒരു ലെവലും. ഓക്കെ, പിന്നെ നമുക്ക് ചെറിയൊരു കൗണ്ടർ ട്രേഡ്സോ അങ്ങനെ എന്തെങ്കിലും വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ, അതായത് ചെറിയൊരു ഗ്യാപ്പ് ഡൗൺ അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവൽസും കൂടെ നിങ്ങൾക്ക് വാച്ച് ചെയ്യാവുന്നതാണ്. ഓക്കെ, 52165 ഈ ഒരു ലെവൽസും കൂടെ നിങ്ങൾക്ക് മാർക്ക് ചെയ്യാം. ഓക്കെ, പിന്നെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ട്രേഡ് റെക്കമെൻഡേഷനോ കാര്യങ്ങളൊന്നും അല്ല. നാളത്തെ നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവൽസാണ്. പിന്നെ നാളെ ഞാൻ ട്രേഡ് ചെയ്യുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാളെ ഞാൻ ബാങ്ക് നിഫ്റ്റി അല്ലെങ്കിൽ നിഫ്റ്റിയിൽ ട്രേഡ് എടുക്കും. പക്ഷേ വളരെ ചെറിയ ക്വാണ്ടിറ്റിയിൽ മാത്രമേ എടുക്കത്തുള്ളൂ. കാരണം നാളെ ബഡ്ജറ്റാണ്. നമുക്ക് നമ്മുടെ സാധാരണ സ്ട്രാറ്റജീസ് ഒന്നും നാളെ വർക്കാകണം എന്നില്ല. ഓക്കെ, കാരണം നാളത്തെ മാർക്കറ്റിൽ ന്യൂസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു മൂവ്മെൻ്റ് ആയിരിക്കും നമുക്ക് നാളെ പ്രതീക്ഷിക്കാവുന്നത്. പിന്നെ ഇന്ത്യ വിക്സ് ഇപ്പം ഇന്ന് ഷൂട്ടപ്പായി നടക്കുകയാണ്, അതായത് 15 പോയി. ഓക്കെ, അപ്പം അത് കാരണമാണ് ഇപ്പോൾ ബാങ്ക് നിഫ്റ്റിയിലും ഒക്കെ ഒരു ഹൈ പ്രീമിയം വരുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു കമ്മിങ് വീക്കിൽ ഓപ്ഷൻ സെല്ലേഴ്സിന് ചിലപ്പം നല്ലൊരു ടൈമായിരിക്കും. നാളത്തെ ഒരു ബഡ്ജറ്റും കൂടെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കിന് ഇന്ത്യ വിക്സ് ഡൗൺ ആവുകയും ചെയ്യും, അതുപോലെ പ്രീമിയം നല്ലപോലെ കുറയുകയും ചെയ്യും. അത് ഓപ്ഷൻ സെല്ലേഴ്സിന് ഔട്ട് ഓഫ് ദ മണി പ്രീമിയം സെല്ല് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രീമിയം അവർക്ക് കയ്യിലിരിക്കും. ഓക്കെ, അവർക്ക് ഈസി ആയിട്ട് പ്രോഫിറ്റ് നേടാൻ പറ്റുന്ന ഒരു സ്ട്രാറ്റജീസാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവൽസ്. അപ്പം നമുക്ക് നാളെ മാർക്കറ്റിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം ഇന്നത്തെ എൻ്റെ ഒരു ട്രേഡ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ, എനിക്കിന്നൊരു ബാങ്ക് നിഫ്റ്റിയിൽ ഒരു എൻട്രിയാണ്, ചെറിയ ട്രേഡാണ്. അപ്പം ഞാനത് വളരെ ചെറിയ ക്വാണ്ടിറ്റിയിട്ടാണ് ട്രേഡ് ചെയ്തത്. കാരണം ഇന്നും നാളെയും ബഡ്ജറ്റിൻ്റെ ഒരു എഫക്റ്റ് വരുമല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ ചെയ്തത്. ഞാനപ്പം മാക്സിമം നാളെ അല്ലെങ്കിൽ ബുധനാഴ്ച കൊണ്ട് തന്നെ ഞാൻ ലൈവ് ട്രേഡ് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഡെയിലി തന്നെ. ഇപ്പം പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും ഡെയിലി തന്നെ പോസ്റ്റ് ചെയ്യാം എന്നുള്ള ഒരു ഇതിലാണ് ഞാൻ ഇരിക്കുന്നത്. ഓക്കെ, അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പം ഈ ഒരു ലെവൽസും കാര്യങ്ങളും എല്ലാം നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വാച്ച് ചെയ്യുക. ഓക്കെ, ഈ ഒരു ലെവൽസ് കാര്യങ്ങളൊക്കെ ഞാൻ ടെലിഗ്രാം ചാനലിൽ ഞാൻ പോസ്റ്റ് ചെയ്തേക്കാം. ഓക്കെ, എനിക്കൊരു ടെലിഗ്രാം ചാനലുണ്ട്. അപ്പം ആ ഒരു ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്കും ഞാൻ ഈ ഒരു ഡിസ്ക്രിപ്ഷൻ ചാനലിലേക്ക് കൊടുത്തേക്കാം. അപ്പം ഇതും നിങ്ങളൊന്ന് പോസ്റ്റ് ചെയ്യുക. ഓക്കെ, ഒന്ന് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ട്രേഡ് റെക്കമെൻഡേഷനോ കാര്യങ്ങളൊന്നുമില്ല. ഇതുപോലെ ഞാൻ ട്രേഡ് ചെയ്യുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവൽസ് മാത്രമേ അതിൽ കൊടുക്കുന്നുള്ളൂ. ഓക്കെ, പിന്നെ എൻ്റെ എൻട്രീസും കാര്യങ്ങളൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട് ഇടയ്ക്ക്. ഓക്കെ, അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ ഞാൻ ആ ഒരു ചാനലിൽ പോസ്റ്റ് ചെയ്യാറുള്ളൂ. അല്ലാതെ ട്രേഡ് റെക്കമെൻഡേഷനോ കാര്യങ്ങളോ ഒന്നും ഞാൻ ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നാളത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവൽസ്. അപ്പം നാളെ എന്തായാലും നിങ്ങൾക്ക് കാണാം. സേഫായിട്ട് ട്രേഡ് ചെയ്യുക. ഓക്കെ, ഹാപ്പി ട്രേഡേഴ്സ്, ഹാപ്പി വീക്കെൻഡ്. ഓക്കെ, ഈ ചാനൽ പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഓക്കെ, ഡെയിലി അപ്പം ഇതുപോലത്തെ നാളത്തെ മാർക്കറ്റ് അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് ഡെയിലി ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, പിന്നെ സൺഡേയ്സിൽ നിങ്ങൾക്ക് ഏത് ടോപ്പിക്കാണ് വേണ്ടതെന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്കറിയാവുന്ന ടോപ്പിക്കാണെന്നുണ്ടെങ്കിൽ ഞാൻ അറിയാവുന്ന രീതിയിൽ നല്ല രീതിക്ക് തന്നെ ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ.